ഞാനിന്ന് എങ്ങനെയാണ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഏതാണ്ട് ഒരു 2 മാസം സമയം കൊണ്ട് 50 മാർക്കോളം സ്കോർ ചെയ്തതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും യൂസ്ഫുൾ ആവുക ഇപ്പം നിങ്ങൾ ഒരു വലിയ ബ്രേക്കിന് ശേഷമൊക്കെയാണ് PSC പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയത്തില്ലെങ്കിൽ, ഈവൻ ഇഫ് യു ആർ എ ബിഗിനർ ഓൾസോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനൊരു 2 ഇയേഴ്സിൻ്റെ ബ്രേക്കിന് ശേഷമായിരുന്നു കഴിഞ്ഞ തവണത്തെ PSC പഠിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഇപ്പം നമുക്കറിയാം കൺഫർമേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ ഡേറ്റ് തന്നിരിക്കുന്നത് മെയ് 2-ാം തീയതിയാണ്. അപ്പം നമുക്കൊരു 2 മാസത്തിൽ താഴെ സമയം മാത്രമേ ഉള്ളൂ ഇനി പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനകത്ത് നമുക്കത് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ, നിങ്ങൾക്ക് ടൈം കുറവാണെങ്കിൽ, അതുപോലെ തന്നെ കോളേജ് ഗോയിങ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ബിക്കോസ് ലാസ്റ്റ് ഇയർ ഞാൻ എൻ്റെ LLBയുടെ ഫൈനൽ ഇയറിലായിരുന്നു. അപ്പോൾ എനിക്ക് ടൈം ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു അപ്രോച്ച് ചെയ്തത്. ആൻഡ് ഇറ്റ്സ് വർക്ക്ഡ് ഫോർ മീ. എനിക്ക് 50 മാർക്കാണ് കിട്ടിയത്. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എന്ന് പറയുന്നത് 46 ആയിരുന്നു. ഇതുവരെ നമ്മൾ 2021 തുടങ്ങി 2025 വരെ ഉള്ള പ്രിലിംസിൻ്റെ കട്ട് ഓഫ് നോക്കുവാണെങ്കിൽ മാക്സിമം പോയിരിക്കുന്നത് 50 മാർക്കാണ്. അപ്പം ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. PYQ, അതും ഡിഗ്രി ലെവൽ സിലബസ് വരുന്ന, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചെയ്തിരുന്നത്, കാരണം അന്ന് എൻ്റെ കയ്യിൽ വേറൊരു PDF ആയിരുന്നു. അപ്പം ഞാൻ പ്രിലിംസും മെയിൻസും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായിട്ട് നമുക്ക് തീരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 2 ഡേയ്സിൽ അല്ലെങ്കിൽ 3 ഡേയ്സിലാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീരുന്നതെങ്കിൽ പോലും നമ്മളൊരു 15, 20, 30ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 2 മന്ത്സ് ടൈം പീരീഡിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് സിലബസ് കവർ ചെയ്യും. അതായത് നമുക്കിപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സിലബസാണ്. അപ്പോൾ ആ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഒരു എയിമെന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക്കലി നമുക്കത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കേണ്ടത്. ഞാൻ ഓൾറെഡി എൻ്റെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ PYQസിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ഒരാളാണെന്ന്. അപ്പോൾ നമ്മൾ PYQസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ടോപ്പിക്കുകൾ മിക്കവാറും തന്നെ റിപ്പീറ്റിംഗ് ആണ്. ഇപ്പോൾ കേരള ഹിസ്റ്ററിയുടെയും എക്കണോമിക്സിൻ്റെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിൻ്റെ വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓരോ PYQ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, എല്ലാ ടോപ്പിക്സും തന്നെ ഇപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്താലും കുറേ ടോപ്പിക്സ് കോമൺ ആയിരിക്കും. എല്ലാ ഇയറിലും ആ ഒരു ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം കേരള ഹിസ്റ്ററിയിലാണെങ്കിൽ മാർത്താണ്ഡവർമ്മ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ ഡച്ചുകാർ. ഇന്ത്യൻ ഹിസ്റ്ററിയിലാണെങ്കിൽ 1857 റിവോൾട്ട് ആണെങ്കിലും, പിന്നെ മഹാത്മാഗാന്ധി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഏരിയ, അങ്ങനെ കുറേ ദിസ് ആർ ജസ്റ്റ് എക്സാമ്പിൾസ്. ഇനിയും കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഏരിയാസ് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ എക്കണോമിക്സിലാണെങ്കിൽ 5 ഇയർ പ്ലാൻ, ന്യൂ എക്കണോമിക് പോളിസി, നീതി ആയോഗ്, GST, അങ്ങനെ കുറേ കോർ ഏരിയാസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ അമെൻമെൻറ്റ്സ്, ലൈക്ക് ദാറ്റ്. ഇനി നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ആണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. കാരണം 50% ഓഫ് ദി ക്വസ്റ്റ്യൻ വരുന്നത് 50 മാർക്കോളം വരുന്നുണ്ട് മലയാളവും ഇംഗ്ലീഷും മാത്സും ആയിട്ട്. അപ്പം എഗെയിൻ അവിടെയാണെങ്കിലും PYQ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും, കാരണം ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ മലയാളത്തിനാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് ടൈം ഞാൻ അങ്ങനെയാണ് അത് ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പം നമ്മൾ ഡെയിലി, നമുക്കിപ്പോൾ ടൈമുണ്ട്, നമ്മൾ ഡെയിലി പഠിക്കുന്ന ഒരാളാണെങ്കിലും ഈ ഒരു PYQs നമ്മുടെ ഒരു ഡെയിലി സ്റ്റഡി റുട്ടീനിൽ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്കത് കൂടുതൽ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.